ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്ന് രാവിലെ കറി വെക്കാൻ കിട്ടിയത് ചൂരമീനാണ് കേട്ടോ. വലിയ ചൂരയല്ല, ചെറിയ ചൂരയാണ്. ഇതിന് നമ്മളിവിടെ ഉരുളൻ ചൂര എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് ഇത് മുളകിട്ട് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ആദ്യം തന്നെ നമുക്കിതൊന്ന് വെട്ടാം. ആദ്യം നമ്മുടെ ഇതിന് തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ. ചിലരൊക്കെ നമ്മുടെ ചൂരമീൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കറി വെക്കുന്നത്. ഞാനിതിൻ്റെ പുറത്ത് അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് മുളകിട്ടാണ് കേട്ടോ കറി വെക്കാറ്. സാധാരണ ചിലയിടത്തൊക്കെ തേങ്ങ ഇട്ടും കറി വെക്കാറുണ്ട്, തേങ്ങ അരച്ച് കറി വെക്കാറുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കടുകിടാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉലുവയാണ് കേട്ടോ. ഉലുവയോ ഉലുവ പൊടിയോ ഏതാണെങ്കിലും ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉലുവയേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇതിലേക്ക് ഇനിയും വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മെറൂൺ കളർ ആവുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ഇടേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയാണ്. ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ, ഒരുപാട് എരിവൊന്നും ഇവിടെ ചേട്ടനും പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മെറൂൺ കളർ ആവുന്നതിന് വരെ നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ മീൻ വേവാനുള്ള കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ തോട്ടുപുളിയാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടി ഇടുന്നത്. കുറച്ച് തോട്ടുപുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് തിളച്ച അരപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം കേട്ടോ. ഇതിന് കുറച്ച് വേവുള്ള മീനാണല്ലോ. നമുക്കിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം കേട്ടോ. അത് ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയതാണ്. അപ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാവേ. ഒരു 5-10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയ സമയത്ത് കുഴപ്പമില്ല, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ നമുക്കിനി അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിക്കാം. നന്നായിട്ട് കറിയൊക്കെ ഒന്ന് കുറുകി വരട്ടെ. അപ്പം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ച ശേഷം നമുക്ക് കറി അടുപ്പത്ത് നിറക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാണ്, ഇതുപോലെയാണോ ചൂരമീൻ കറി വെക്കാറുള്ളത് അതോ വേറെ രീതിയിലാണോ എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കറി ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കറി ഇറക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.